അങ്ങനെ അഭ്യസ്തവിദ്യരായ ഇന്ത്യക്കാരെല്ലാം ഇന്ത്യ വിട്ട് പുറത്തേക്ക് ഓടുന്ന ഒരു ചിത്രമാണ് 2025 നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രെയിൻ ഡ്രെയിൻ, മസ്തിഷ്ക ശോഷണം ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരെല്ലാം വിദേശത്തേക്ക് പോകുന്നു, മീഡിയോക്കർ ആയിട്ടുള്ള ബിലോ ആവറേജ് ആയ അഭ്യസ്തവിദ്യരാണ് ഇവിടെ ജോലി ലഭിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസ നിലവാരമൊക്കെ തകർന്നു പോയി. കേരളത്തിന് കാര്യം തന്നെ എടുക്കുക. ഇവിടുത്തെ സ്വാശ്രയ കോളേജിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്? ഒരു ക്വാളിറ്റി ഇല്ല. വിദ്യാഭ്യാസത്തിന് പോലും ഇപ്പോൾ ഇന്ത്യക്കാർ മറ്റു രാഷ്ട്രങ്ങളിലേക്കാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ എല്ലാം കൂടെ നോക്കിയാൽ ഒരു ശുഭ അന്തരീക്ഷം, ഒരു ശോഭനമായ ഭാവി സാധാരണ ഇന്ത്യക്കാരന്, ഒരു ആവറേജ് ഇന്ത്യക്കാരന് മുൻപിൽ കാണാനില്ല എന്നുള്ളതാണ് ഈ പുതുവത്സരത്തിന്റെ പ്രത്യേകത. അങ്ങനെയല്ലാതെ കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പ്രത്യാശിക്കാം. താങ്ക് യു.